ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തീറ്റ പ്രാന്തന്മാരുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണക്കമീൻ വെച്ചിട്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിവിടെ ഉണക്ക സ്രാവ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു 3-4 മണിക്കൂർ ഉപ്പ് കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ്. ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാം. കുറച്ച് നേരം അത് തിരുമ്മിയിരിക്കണം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ നിറയെ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് നമുക്കൊന്ന് തിരുമ്മി വയ്ക്കാം. ഉപ്പിടണ്ട, കാരണം ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് നേരം ഇതിങ്ങനെ തിരുമ്മിയിരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ മീൻ വറുത്ത് തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഉണക്കമീൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം, ഈ ചമ്മന്തി ചെയ്യാം കേട്ടോ. സ്രാവ് വെച്ച് വേണമെന്ന് മാത്രമില്ല, ചെറിയ മീനായാലും നല്ലതാണ്. അയലയോ ഏതായാലും ചെയ്തെടുക്കാം. അപ്പോൾ അത് വറുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കാന്താരിമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചതച്ചെടുത്താൽ മതി. അതാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി ഏകദേശം ഒരു 200-250 ഗ്രാമോളം ഉണ്ടാവും. ചെറിയ ഉള്ളിയാണ് ഇതിനകത്ത് ഏറ്റവും നല്ലത്, സവാള എടുക്കുന്നതിനേക്കാളും. കുറച്ച് കാന്താരിമുളകും, എരിവിനനുസരിച്ച് കാന്താരിമുളക് അവരവരുടെ ഇഷ്ടം എടുക്കുക. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളകും ഉള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുമുണ്ട്. ഈ മീൻ നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം. നമ്മുടെ മീനൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പാനിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കാന്താരിമുളകും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു നല്ല വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.